കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിലെ ദുരന്ത സാധ്യതകൾ വിലയിരുത്തുന്നതിനും സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനുമായി മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ യോഗം ചേർന്നു. ജനപ്രതിനിധികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗം നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തു. പാതയോരങ്ങളിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു നീക്കുക എന്നതാണ് യോഗത്തിലെ പ്രധാന തീരുമാനം. ഓരോ പഞ്ചായത്തുകളിലും പ്രകൃതിക്ഷോഭത്തെ നേരിടാൻ സ്വീകരിച്ചു വരുന്ന നടപടികളെക്കുറിച്ച് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ വിശദീകരിച്ചു. പൊതുയിടങ്ങളിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ തന്നെയായിരുന്നു ജനപ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചതിൽ ഏറെയും. ഡെപ്യൂട്ടി കളക്ടർ ഇലക്ഷൻ KP ജയകുമാർ, തഹസിൽദാർ TG ബിന്ദു, നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, പഞ്ചായത്ത് പ്രസിഡന്റ്മാരായ വീരമണി, MK ബേബി ഗിരിജ, T ഉണ്ണികൃഷ്ണൻ, രതി ഗോപാലകൃഷ്ണൻ, മുതുതല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C മുകേഷ്, തിരുവേഗപ്പുറ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ വിവിധ ജനപ്രതിനിധികൾ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, വില്ലേജ് ഓഫീസർമാർ, ആരോഗ്യ പ്രവർത്തകർ, പോലീസ്, PWD ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾ പങ്കെടുത്തു. കാലവർഷക്കെടുതി അത് രൂക്ഷമാകുന്ന തരത്തിലേക്കാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ജില്ലാതലത്തിൽ യോഗം ചേർന്നു. അവിടെ നിന്ന് എടുത്ത തീരുമാനങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ് നമ്മൾ ഓരോ മണ്ഡലത്തിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മോണിറ്റർ ചെയ്ത് ഒരു ഡെപ്യൂട്ടി കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഡെപ്യൂട്ടി കളക്ടർ ഇലക്ഷൻ ഇവിടെ പങ്കെടുക്കുന്നത്. നമുക്ക് അറിയാം, ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ പ്രശ്നങ്ങൾ നമ്മുടെ മണ്ഡലത്തിലും തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഒരു മരം വീണ് ഒരു ഇഷ്യൂ ഉണ്ടായി. മറ്റു പല സ്ഥലങ്ങളിലും മരം മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഭാരതപ്പുഴയിൽ വെള്ളം അത്യാവശ്യം വെള്ളം ഉയർന്ന് ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുന്നത് മഴ രൂക്ഷമാകുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും അടിയന്തരമായി ചില സഹായങ്ങളും ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ട് വരും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ മണ്ഡലം കേന്ദ്രീകരിച്ച് വിവിധ പഞ്ചായത്തുകളിൽ, വിവിധ വില്ലേജ് പരിധിയിൽ ഉള്ള കാര്യങ്ങൾ എന്താണോ നമുക്ക് ചെയ്യാൻ കഴിയുക എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് രാവിലെ ജില്ലാ കളക്ടറുമായി ഞാൻ സംസാരിച്ചിരുന്നു. അടിയന്തരമായി മരം മുറിച്ചു മാറ്റാൻ, ഏറ്റവും അടിയന്തരമായി മുറിച്ചു മാറ്റേണ്ട മരങ്ങൾ കമ്മിറ്റി കൂടി പഞ്ചായത്ത് സ്പെഷ്യൽ പ്രൊവിഷൻ ഫണ്ട് വെച്ചുകൊണ്ട് മുറിച്ചു മാറ്റാം. അതിന്റെ പുറമെ ജില്ലയിലെ DDMയുടെ വളരെ ഓപ്ഷൻ ഫണ്ടേ ഉള്ളൂ, അതിലും മുറിച്ചു മാറ്റാൻ പറ്റും. പക്ഷെ അതിന് പരിധിയുണ്ട്. ആ ഫണ്ട് കിട്ടാനുള്ള സമയവും വളരെ കുറഞ്ഞ ഫണ്ടുള്ളൂ. പഞ്ചായത്ത് തലത്തിൽ തന്നെ ഞങ്ങൾ തീരുമാനിച്ചത് വളരെ വേഗത്തിൽ മരം മുറിച്ചു മാറ്റാൻ പറ്റും. മറ്റൊന്ന്, വളരെ അടിയന്തരമായി ചെയ്യേണ്ട പ്രധാനങ്ങളും ഓടകളിലൊക്കെ വെള്ളം കെട്ടിരുന്നത് അത് ക്ലീൻ ചെയ്യാത്തതുകൊണ്ട്, വെള്ളം തുറന്നു വിടാത്തതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് അടിയന്തരമായി അതാത് ഡിപ്പാർട്ട്മെന്റുകൾ ചെയ്യേണ്ടതാണ്. KCB ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, കറണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ പോസ്റ്റ് വീഴുന്നതും അനുബന്ധമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും പെട്ടെന്ന് കറണ്ട് റീസ്റ്റോർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആക്ഷൻ പ്ലാൻ നമ്മൾ തയ്യാറാക്കി വെക്കണം. ഈ പ്രദേശത്ത് നമ്മുടെ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും അപകടം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഏരിയാസ് ഉണ്ടെങ്കിൽ അതെടുത്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് ആലോചിക്കണം. ജില്ലാ തലത്തില് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് കൺട്രോൾ റൂം തുറന്നു കഴിഞ്ഞു. നമ്മുടെ താലൂക്കിലും അത്തരത്തിലുള്ള കൺട്രോൾ റൂമിന്റെ പ്രവർത്തനം സജ്ജമാക്കണം. അങ്ങനെ എല്ലാ വകുപ്പുകളും ഏകോപിപ്പിച്ചുകൊണ്ട് ഇനി മഴ കനക്കുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് തരണം ചെയ്ത് പോകാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടാക്കണം. അതിന് മുന്നോടിയായാണ് ഈ യോഗം ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ബ്രീഫിംഗ് ഡെപ്യൂട്ടി കളക്ടർ ഇവിടെ നൽകും. അതിനുശേഷം അതാത് ഡിപ്പാർട്ട്മെന്റുകൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് പറയാനത് കേൾക്കുക. അതിനുശേഷം അതാത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് കാര്യങ്ങൾ പറയാം. എന്നിട്ട് ഫൈനലായിട്ട് നമുക്ക് തീരുമാനം എടുക്കാം.